അമ്മച്ചിമാരെ, അച്ഛാ, അമ്മേ, അമ്മൂമ്മേ, എല്ലാവരും കണ്ടോളൂ. എന്നെ തല്ലിയ ഈ കൈകൾ കൊണ്ട് ഞാൻ എന്നെ തലോടിക്കാൻ പോവാ. ഞാൻ ഇന്നിവിടെ ഒരു ശുദ്ധി കലശം നടത്തും. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. എന്തോന്നാ പറഞ്ഞേ? എടാ ഗോവിന്ദു, ഈ പെൺകൊച്ചിനെ തമാശ പറയാമോ? ഇവനൊരു കള്ളനും ആഭാസനുമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇങ്ങോട്ട് വാടാ ഇവിടെ. എന്നാൽ ഇത് കണ്ടോ, ദേ ഇവന്റെ മുഖം മൂടി പിച്ച ചിന്തുന്ന ഫോട്ടോകളാ. ഇത് കണ്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും. ഹിന്ദുകൃഷ്ണയുടെ ചാറ്റിൽ നിന്ന് പോയേക്കുന്ന സ്ക്രീൻഷോട്ടും വീഡിയോയുമാണ്. ഇതിന്റെ അടിയിൽ താണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പുള്ളിക്കാരന്റെ സർജറിക്ക് കുറച്ച് ദിവസം മുമ്പ് തന്റെ അമ്മ അച്ഛനെ ഇങ്ങനെ തല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില്ലറക്കാരിയല്ലോ എന്റെ തൃപ്രയാറപ്പാ. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇങ്ങനെ ഒരു ജന്മം. ഈ അമ്മുമ്മ ഈ അപ്പൂപ്പനെ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നത് ദേഹത്ത് കൊള്ളുന്നുണ്ടോ ഇല്ലയോ അറിയില്ല, പക്ഷെ അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് അവര്. ഇത്രയും തന്റേടിയ സ്ഥിതിക്ക് ഇവിടെ ഇനി കലിയുഗത്തിലെ കൽക്കി അവതാരമോ മറ്റോ. ഈ CCTV ഫുട്ടേജ് ഇവര് പല ആൾക്കാർക്ക്, ഇതിനകത്ത് വന്നേക്കുന്ന ക്യാപ്ഷൻ സ്ട്രേഞ്ചേഴ്സിന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് കാര്യം ചോദിച്ചു ചെല്ലുന്നവർക്ക് ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സാധനം സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇവരുടെ അറിവില്ലാതെ ഇവർ അയച്ചു കൊടുക്കുന്നതല്ല, ഇവരുടെ അറിവോട് കൂടി തന്നെ ഇവർ അയച്ചു കൊടുക്കുന്നതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവാണ്. ഇത് ഹിന്ദുകൃഷ്ണയുടെ ചാറ്റിൽ നിന്ന് പോയേക്കുന്ന സ്ക്രീൻഷോട്ടും വീഡിയോയുമാണ്. തൂക്കിയല്ലോ നാഥ. ഇവരുടെ ഫോണിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അത് പുറത്ത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഇവർ തന്നെ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിനേക്കാളും നല്ലത് ആ യൂട്യൂബിനകത്ത് വന്നിരുന്നെങ്കിൽ പറയുന്നതായിരുന്നു. ഈ പ്രശ്നങ്ങൾ തുടരാൻ താല്പര്യമില്ല എങ്കിൽ, ഇതൊരു ചർച്ചാ വിഷയമാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ, എന്തിന് നിങ്ങളുടെ വ്ളോഗിൽ വന്നതിനെ പറ്റി സംസാരിക്കുന്നു? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പുറത്ത് വിടാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരത്ത് തന്നെ പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നെ വെച്ച് നിങ്ങൾ എവിടെങ്കിലും ഒരിടത്ത് നിൽക്ക്. ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഈ CCTV ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ കയ്യിൽ പത്ര വെടിപ്പെല്ലാം നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെറുത്. ഈ CCTV ഫുട്ടേജിനകത്ത് സത്യം പറഞ്ഞ ഒന്നുമില്ല. ഇവരുടെ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായി ഇവർ ഏത് ലെവലാണ് സംസാരിക്കുന്നതെന്ന്. ഗെറ്റപ്പൊക്കെ യൂറോപ്യൻ ഗെറ്റപ്പാ, പക്ഷെ വാ തുറന്ന വാളാന്തുരുത്തിയാ. ആണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അമ്മൂമ്മയുടെ വായിരിക്കുന്ന സംസാരവും ഈ കൊച്ചുമക്കളുടെ കയ്യിരിക്കുന്ന സംസാരവും എല്ലാം വിടക്ക് തന്നെ. ഒരു ഫാമിലി മൊത്തം ഇങ്ങനെ കുതിരകളാവൂ. ഞാനേ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിലില്ല കേട്ടോ. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ. ബൈ.